ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കുന്നത് സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക്ക്. അതിൻ്റെ ഓൾറെഡി നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ചാർട്ടിനെ നമ്മൾ ഡിഫറൻറ്റ് വേയിൽ നമ്മൾ മനസ്സിലാക്കി എൻട്രി ചെയ്യുമ്പോൾ ടാർഗറ്റ് കണ്ടുപിടിക്കുന്നത്, നമുക്ക് അതുപോലെ തന്നെ ടാർഗറ്റ് എവിടെ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറയാൻ വിട്ടുപോയി. ആക്ച്വലി അത് വിട്ടുപോയതല്ല, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ പോയിൻറ്റ്സും കൂടെ നമുക്ക് ഒരുമിച്ച് ക്ലബ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഇത് ലൈവ് ട്രേഡ് നടത്തിക്കൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം കുറച്ച് കാര്യങ്ങൾ വിട്ടുപോകും. അപ്പോൾ ചില എൻട്രി സെറ്റപ്പുകളിൽ ടാർഗറ്റിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോസ് എല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസാണ്. ഇത് പ്രോപ്പറായിട്ട് നമ്മൾ ഓരോ ലെസണും കാണുമ്പം അതിനകത്ത് പറയുന്ന കീ പോയിൻറ്റ്സ് എല്ലാം നോട്ടീസ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു കാര്യം കൂടെ നമ്മുടെ ട്രേഡിങ്ങിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഒരു നല്ലൊരു സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക്ക് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ. ഒരു വീഡിയോയിൽ എല്ലാ ടെക്നിക്കും കൂടെ ഒരുമിച്ച് പറയാൻ ആർക്കും സാധ്യമല്ല. സോ പല വീഡിയോകളിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കുറേ അധികം കാര്യങ്ങൾ കീ പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ഈ കീ പോയിൻറ്റ്സുകളെല്ലാം നോട്ടീസ് ചെയ്ത് അത് ലിസ്റ്റ് ഡൗൺ ചെയ്തതിന് ശേഷം അത് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള എൻട്രി, മെക്കാനിക്കൽ എൻട്രി സ്ട്രക്ചർ നമ്മൾ പ്രോഗ്രസ് ചെയ്ത് നമ്മുടെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രറ്റ്സ് യൂട്യൂബ് ചാനൽ. നമ്മളിവിടെ ഒരു എൻട്രി എടുക്കാനാണ്. 1356 ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് ഒരു എൻട്രി എടുക്കുകയാണ്. 1 ക്യാൻഡിൽ, 2 ക്യാൻഡിൽ, 3 ക്യാൻഡിൽ, അതിൻ്റെ അടുത്താണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ കൃത്യം എൻട്രി എടുക്കുക. 1358.20 നമ്മൾ ബൈ ചെയ്തു. ഓക്കെ, 58.20. അപ്പോൾ 1358.20. 1358.20. സോ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതാണ് നമ്മളുടെ ക്യാൻഡിൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഇതൊരു ബിഗ് ക്യാൻഡിലാണ്. അപ്പം പ്രൈസ് ഇവിടം വരെ വന്ന് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്യാൻഡിലിൻ്റെ 50% നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ അങ്ങനെ ട്രേഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് ബോട്ടം ഇനി പ്രൈസ് ട്രേഡ് ചെയ്ത് താഴോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ അന്നേരം എക്സിറ്റ് ആകാം. 1358, ഇപ്പം 51 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നിന്ന് എത്ര പോയിൻ്റ് ഉണ്ട്? ഇവിടം വരെ നമ്മുടെ ടാർഗറ്റ് വരെ എന്ന് പറഞ്ഞാൽ 77 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത്രയും വേണ്ട, നമുക്കൊരു 25 പോയിൻ്റ് മതിയല്ലോ. അപ്പോൾ പ്രൈസ് എന്താണെങ്കിലും ആ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഇവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 50% അടുത്ത് ട്രേഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഇമ്പോർട്ടൻറ്റ് ലോ സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് അങ്ങോട്ടും എല്ലാം വരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആകേണ്ട കാര്യമില്ല. അപ്പം ഈ ഒരു ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോയുടെ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രിസിഷൻ എൻട്രി എടുക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. 1358 നമ്മുടെ അല്ലേ. അപ്പോൾ 1358 പ്ലസ് 1358 പ്ലസ് 25 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 1383. അപ്പോൾ നമ്മളിവിടെ 1383 പകരം 1390 കൂടിക്കും. 1390. ഇതാണ് നമ്മുടെ ടാർഗറ്റ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ്, ഒരു 25 പോയിൻറ്റ്. അപ്പോൾ പ്രൈസ് ഈ ഒരു വന്നിരിക്കുന്ന ഗ്യാപ്പിൽ കയറി ട്രേഡ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന 1370 വരെ വന്നു, 1364. സോ 70, 66 ട്രേഡ് നടക്കുന്നു. 1390 നമ്മൾ ഇട്ടിരിക്കുന്നത്. പെട്ടെന്ന് പ്രീമിയം കണ്ടോ, അത് കുറഞ്ഞു വന്നാണ്ടോ. അപ്പോൾ നമ്മൾ ഈ വരുന്ന മൊമെൻറ്റത്തിൽ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് 1390. അപ്പോൾ അതിൽ ട്രേഡ് നടക്കണം. സോ ഇങ്ങനത്തെ ബിഗ് ക്യാൻഡിൽ കാണുമ്പോൾ അത്രയും പ്രൈസ് കയറി വരും നമുക്ക് ഇതാണെങ്കിൽ നമ്മൾ അതിൻ്റെ 50% നമ്മൾ റേഞ്ച് വെച്ചാൽ മതി. അപ്പോൾ ഏകദേശം ഒരു ടാർഗറ്റ് നമുക്ക് അതിലേക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടെ നമ്മൾ നോക്കുക. ആയിരത്തി 1366 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ 366, 58.20 കിട്ടിയതാണ് നമുക്ക്. 55 ട്രേഡ് ചെയ്യുന്നു. 43 പോയി, 40 വന്നു. വീണ്ടും അതിൻ്റെ ജേർണി താഴോട്ടാന്ന് തോന്നുന്നു. ഇനി നമ്മൾ കണ്ടിരിക്കുന്ന ടാർഗറ്റ് അവിടെ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ടാർഗറ്റ് മിറ്റിഗേറ്റ് ചെയ്യാതെ പ്രൈസ് അങ്ങനെ പെട്ടെന്ന് ഒരു സൈഡിലേക്ക് പോയാലും തിരിച്ചെന്താണെങ്കിലും കയറി വരും. അപ്പോൾ കുറച്ചേരം നോക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയയുടെ താഴെ ബോട്ടം പ്രൈസ് ഇവിടെ സ്വീപ്പ് ചെയ്തതിന് ശേഷം പ്രൈസ് എന്താണെങ്കിലും ഒന്നും കൂടെ കയറി വരുമല്ലോ. ആ സമയത്ത് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഏരിയ കവർ ചെയ്ത് നമ്മൾ ഈ ഒരു ചെറിയ ടാർഗറ്റ് നോക്കി പോലും പ്രൈസ് ഒത്തിരി താഴ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം എത്ര പോയിൻറ്റ് താഴ്പോയി? ഇവിടെ നിന്ന് 70 പോയിൻറ്റോളം താഴ്പോയി. അപ്പോൾ നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ 60-70 പോയിൻറ്റോളം ഇനിയും പ്രൈസ് മുകളിലോട്ട് കയറി വരണം. അപ്പോൾ നമ്മളെടുത്ത 1358, 1390 നമ്മൾ ട്രേഡ് ചെയ്യുമല്ലോ നോക്കാം.
സോ പ്രൈസ് വീണ്ടും 1360 നമ്മുടെ കോസ്റ്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. സോ ദ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എടുത്ത ട്രേഡ് റോങ് ആയിപ്പോയി അല്ലേ. അപ്പോൾ നമ്മൾ എടുത്ത ട്രേഡ് റോങ് ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സെറ്റ് ചെയ്യേണ്ട ഒരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം കണ്ടമാനം പ്രൈസ് താഴെ പോയിട്ട് തിരിച്ചു വരാണെന്നുള്ളത്. ഇനി നമ്മൾ സ്കാൽപ്പിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോസ്റ്റ് വരും 1358 അല്ലേ. ഇപ്പോൾ 1360 ഉണ്ട്, 2 പോയിൻറ്റ് മുകളിൽ. ഓക്കെ, നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുക, എക്സിറ്റ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. ഇതായിരിക്കണം നമ്മളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്. അതായിരിക്കണം നമ്മുടെ ഇമോഷൻസ്. അല്ലാതെ നമ്മൾ ഇനിയും കയറുമായിരിക്കും ഇനി ഞാൻ എടുത്ത ട്രേഡ് അല്ലേ അത് പോട്ടെ എന്ന് പറഞ്ഞ് നമുക്കിനി അടുത്ത ട്രേഡ് സെറ്റപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് നോക്കാമല്ലേ, ഇപ്പോൾ ഇവിടെ പ്രൈസ് ഒന്ന് വീണ്ടും 1348 കുറഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രൈസ് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ട റൂൾ എന്ന് പറയുന്നത് എപ്പോഴും ഈ എടുത്തിരിക്കുന്ന റേഞ്ചിൽ നിന്ന് നമുക്ക് എൻട്രി റോങ് ആയി പോയെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. മേ ബി ഇത് പോയി ടാർഗറ്റ് ഹിറ്റ് ചെയ്യായിരിക്കും, നോ പ്രോബ്ലം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളെടുത്ത ട്രേഡ് ആ സമയത്ത് നമ്മളുടെ ഇമോഷനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി. അപ്പോൾ നമ്മൾ തിരിച്ച് കയറി വരുമ്പോൾ എക്സിറ്റ് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് 1390 നമ്മൾ മാർക്ക് ചെയ്ത ഏരിയയിൽ കൃത്യം വന്നപ്പം ടാപ്പ് ചെയ്ത് പ്രൈസ് അവിടെ ട്രേഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ, 1390. അപ്പോൾ നമുക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 1406 ആയി. അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്രയധികം ട്രേഡിങ് ഇതിൽ നടക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് പ്രൈസ് നമുക്ക് ഇതുപോലെ തന്നെ താഴോട്ട് വന്ന അതേ സ്പീഡിൽ തന്നെ മുകളിലേക്കും പ്രൈസ് കയറി വന്ന് മിറ്റിഗേഷൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പ്രൈസ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടന്നിരിക്കും. അതാണ് അതിനകത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം. പെട്ടെന്ന് പോകും. ഇല്ലിക്വിഡ് മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഇല്ലിക്വിഡായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പം സ്ലിപ്പേജ് വരും ഒത്തിരി. ആ സ്ലിപ്പേജ് വരുന്നതുകൊണ്ടാണ് ഈ പ്രൈസ് പെട്ടെന്ന് 1400 പെട്ടെന്ന് ഒരു 15 റുപ്പീസിൻ്റെ ഒക്കെ ഡിഫറൻസിൽ പെട്ടെന്ന് പ്രൈസ് ജമ്പ് ചെയ്ത് കയറിപ്പോൾ. അപ്പോൾ നമുക്ക് ഈ പ്രൈസ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് 1392 ബയറായിട്ട് വന്നിരിക്കുന്നുണ്ടോ, നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യാൻ പറ്റും വളരെ കൂളായിട്ടിരുന്നു. ഓർ യു പ്ലേസ് യുവർ ഓർഡർ ആയിട്ട് 1390 അതിൽ വന്ന് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത പോലെ തന്നെ കൃത്യം നമ്മളുടെ ട്രേഡ് പ്ലാൻ നടന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഇത് സ്കാൽപ്പിങ്ങിലെ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ജസ്റ്റ് അപ്ലോഡ് ചെയ്ത ഇതിൽ പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്കകത്ത് ഇന്നത്തെ മൂന്നാമത്തെ ട്രേഡാണ്. ആക്ച്വലി ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ ട്രേഡിൽ ഇത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു പ്രൈസിൻ്റെ ആക്ടിവിറ്റിക്കകത്ത് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നോക്കുന്നത് അല്ലേ. അവിടെ ഒരു ടാർഗറ്റ് ഉണ്ട്. സോ ഈ പർട്ടിക്കുലർ ടാർഗറ്റ് വരുമ്പം ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ആകും എന്ന് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ. എന്നിട്ട് നമ്മൾ ആ ഏരിയ എല്ലാം മാർക്ക് ചെയ്ത് വെച്ചു കറക്റ്റായിട്ട് അവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ എക്സിറ്റ്. അതിനുശേഷം പ്രൈസ് എങ്ങോട്ടെങ്കിലും പോട്ടെ, നമ്മളെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. അടുത്ത സെറ്റപ്പ് വരും, ആ സമയത്ത് നമുക്ക് എൻ്റർ ചെയ്യാം അതിനകത്ത്. അപ്പം ഇതാണ് ഇതിനകത്തെ കാര്യം. ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മളെ ഈ സമയത്ത് നമ്മളെ കുറച്ച് നേരമായിട്ട് വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടുത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിവിടെ എന്തുകൊണ്ട് നമ്മളവിടെ നമ്മൾ ഓൾറെഡി ട്രേഡിൽ നിന്ന് ഞാൻ എക്സിറ്റ് ആകാൻ പറഞ്ഞു. നമ്മൾ എൻട്രി റോങ് ആയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആകാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു അല്ലേ. അപ്പം അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും നമ്മളുടെ പ്രൈസ് ആക്ഷൻ അതിന് ശേഷം രണ്ടാമത്തെ സെറ്റപ്പ് നമുക്കിവിടെ അതുപോലെ എന്തെങ്കിലും കാണാൻ പറ്റിയിട്ട് വീണ്ടും കയറി എൻട്രി ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ അടുത്ത ട്രേഡിൽ നമുക്ക് കയറാൻ പറ്റും. അങ്ങനെ നമ്മൾ സ്ലോലി മാർക്കറ്റിനൊപ്പം പോവുക. അപ്പോൾ ഇതിനകത്ത് എന്ത് മിസ്റ്റേക്ക് പറ്റി, നമ്മുടെ എൻട്രി സൈഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മളിവിടെ വെച്ചാണ് എൻട്രി എടുക്കുന്നത് അല്ലേ. അതിനുശേഷം 70ഓളം പോയിന്റ് താഴെ വന്നു. സോ ഈ പോയ പോയിന്റ് 70ഓളം പോയിന്റ് താഴെ പോയിട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ തിരിച്ച് വന്നപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടി, നമ്മൾ എക്സിറ്റ് ചെയ്തു. അതിനുശേഷം പ്രൈസ് വീണ്ടും താഴെ വരുന്നു. പക്ഷേ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഇനിഷ്യലി നമ്മൾ കണ്ടിരിക്കുന്ന ടാർഗറ്റിൻ്റെ അടുത്ത പ്രൈസ് വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. സോ ഇതൊരു സെല്ലിംഗ് മോഡലാണ്. പക്ഷേ നമുക്കിവിടെ ബൈയിങ് എൻട്രിയിലേക്ക് നമ്മൾ നോക്കുന്നത്. ബൈയിങ് എൻട്രിയിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കൃത്യം അവിടെ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും റിവേഴ്സിൽ പോകുന്നുണ്ടോ. ഇതാണ് ഇതിനകത്തെ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഏരിയയിൽ കൂടെ പ്രൈസ് കടന്നുപോയി നമ്മൾ മാർക്ക് ചെയ്ത് അപ്പോൾ നമ്മളുടെ മനസ്സിലുള്ള തോട്ട് പ്രോസസ്സ് എന്താണെന്നുള്ളത് നമ്മൾക്കല്ലേ അറിയത്തുള്ളൂ, എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് അതിനകത്തെ കാര്യം. ബേസിക് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ്റെ മെത്തഡോളജി, എൻട്രി മാനേജ്മെൻറ്റ്, എൻട്രി എങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഫൈനലി ആ ഒരു ടാർഗറ്റിലേക്ക് നമ്മൾ വന്നു. ഇവിടെ കുറേ നേരം കൺസോളിഡേറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും പ്രൈസ് കൃത്യം അവിടെ വന്നു. അതിനുശേഷം വീണ്ടും പ്രൈസ് താഴോട്ട് പോരുന്നു കണ്ടോ. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു എൻട്രി മോഡൽ അതുപോലെ തന്നെ വന്നപ്പം നമുക്ക് ഇങ്ങനെ ബിഗ് ക്യാൻഡിൽസ് ഫോം ചെയ്യുമ്പോൾ നമ്മളുടെ എൻട്രിയുടെ ഫോർമേഷനകത്ത് നമ്മൾ എവിടെ ഏകദേശം വെക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം വലിയ ക്യാൻഡിൽസ് ആണെങ്കിൽ അതിൻ്റെ 50% നമുക്ക് ടാർഗറ്റായിട്ട് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് നമ്മളെന്താ ചെയ്യുന്നത്, സ്കാൽപ്പിംഗ് എൻട്രിയാണ് ചെയ്യുന്നത്. എത്ര പോയിന്റാണ് ചെയ്യുന്നത്, 25 പോയിന്റ്, മാക്സിമം 30 പോയിന്റ്. അപ്പോൾ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടില്ലാതെയാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഓർഡർ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാമത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേനും ഓർഡർ പ്ലേസ് ചെയ്യാതെ നമ്മൾ നോക്കിയിരിക്കുകയാണ്. മേ ബി ഈ വരുന്ന സ്വീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സ്വീപ്പ് അങ്ങോട്ട് സ്വീപ്പ്. അപ്പോൾ ഒരു 35-40 പോയിന്റ് 70 പോയിന്റ് ഒക്കെ ഇതുപോലെ തന്നെ ഈ ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്ന പോലെ തന്നെ 70 പോയിന്റ് മുകളിലോട്ട് പോകാനും വലിയ പാടൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബെറ്റർ പ്രൈസിങ് കിട്ടുകയും ചെയ്യും. സ്കാൽപ്പിംഗ് ആണെങ്കിൽ നല്ലൊരു ടാർഗറ്റ് കിട്ടുകയും ചെയ്യും. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നമുക്കറിയാം പ്രൈസിൻ്റെ ആക്ടിവിറ്റിയുടെ ആ ഒരു മൂവ്മെൻറ്റ് കാണുമ്പോൾ ഏകദേശം നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മളൊന്ന് നോക്കുക പ്രൈസ് എങ്ങനെ വരുന്നതെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ 25 പോയിന്റ് ടാർഗറ്റ് നമ്മൾ ഹോൾഡ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് കളയാൻ പറ്റും. അപ്പം ഇതൊരു അഡീഷണൽ ലെക്ചറാണ്. ഇതിന് ജസ്റ്റ് മുമ്പ് ഇട്ടിരിക്കുന്ന വീഡിയോയുടെ കണ്ടിന്യൂറ്റി വീഡിയോ ആണ്. ഇന്ന് 3 ജനുവരി 2025 ഇന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ സ്കാൽപ്പിംഗ് ടെക്നിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻറ്റ്സ് എഴുതാൻ മറക്കരുത്. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.